ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. ഇന്ന് നമുക്ക് ഓട്ടിസം വീട്ടിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത ചെക്ക് ലിസ്റ്റ് നോക്കാം. ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്ത ഈ ചെക്ക് ലിസ്റ്റിനെ പോസി എന്നാണ് പറയുന്നത്. പേരൻസ് ഒബ്സർവേഷൻ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. 1.5 വയസ്സെങ്കിലും പ്രായമായെങ്കിൽ മാത്രമേ ഈ ചെക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചെക്ക് ലിസ്റ്റിലെ ഒന്നാമത്തെ ചോദ്യം, കുട്ടി എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് എടുത്തു കൊണ്ടുവരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കുട്ടിയോട് ആ ബോൾ ഇങ്ങ് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ കുട്ടി ആ ബോൾ നമ്മളോട് എടുത്തു കൊണ്ടുവരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, കുട്ടിക്ക് എന്തെങ്കിലും പുതിയതായിട്ടുള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ കുട്ടി അത് നമ്മളെ കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തേത്, മറ്റു കുട്ടികളുമായി കളിക്കുമ്പോഴുള്ള കുട്ടിയുടെ പ്രതികരണം എങ്ങനെയാണെന്നാണ്. കുട്ടി മറ്റു കുട്ടികളെ സെയിം ഏജിലുള്ള മറ്റു കുട്ടികളെ കാണുമ്പോൾ കൂടുതൽ എക്സൈറ്റഡ് ആയി കാണിക്കുന്നുണ്ടോ? കളിക്കാൻ ഇനീഷ്യൽ ഫേസിൽ പരിചയമില്ലാത്തവരാണെങ്കിൽ കളിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ ഇടപഴകി കളിക്കുന്നതിൽ സന്തോഷം കാണുന്നുണ്ടോ? എക്സൈറ്റഡ് ആകുന്നുണ്ടോ? അവരുമായി കളിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തത്, ഒരു വാക്ക് നിങ്ങൾ പറയുമ്പോൾ കുട്ടി അത് കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ കുട്ടിയോട് ടാറ്റ പറയാൻ ആവശ്യപ്പെട്ടാൽ കുട്ടി ടാറ്റ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കാക്കയെ കാണിച്ച് നിങ്ങൾ കാക്ക എന്ന് പറയുമ്പോൾ കുട്ടി കാക്ക എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ബൗ എന്ന് പറയുന്നുണ്ടോ, പൂച്ച എന്ന് പറയുന്നുണ്ടോ? ഇങ്ങനെ കുട്ടി നിങ്ങൾ പറയുന്നത് മിമിക് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നാലാമത്തത്, കുഞ്ഞിന്റെ പേര് വിളിക്കുമ്പോൾ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു 10 പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ 6 പ്രാവശ്യമെങ്കിലും മിനിമം കുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമത്തത്, നമ്മൾ എന്തെങ്കിലും കുട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കുട്ടി നമ്മൾ ചൂണ്ടുന്ന ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ആറാമത്, കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുട്ടി അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് നോക്കുക. കുട്ടി നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അത് എടുക്കാൻ ആവശ്യപ്പെടുകയാണോ, അതോ കുട്ടിക്ക് ടാൻഡ്രംസ് കാണിക്കുകയാണോ? കുട്ടി നിലത്ത് കിടക്കുകയോ കരയുകയോ ഹെഡ് ബാങ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിലത്ത് കിടന്ന് ഉരുളുക, പല്ല് കടിക്കുക, ദേഷ്യം കാണിക്കുക, കരയുക എന്നുള്ളതെല്ലാം കുട്ടിയുടെ ഇമോഷൻസ്, ആവശ്യം എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള എബിലിറ്റി കുറവിനെ കാണിക്കുന്നു. ഏഴാമത്, കുട്ടി ഒരു സ്ഥലത്തിരുന്ന് അവന്റെ സ്വന്തം കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് അസസ് ചെയ്യുക. ഒരേ സാധനം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണോ, അതോ ഒരേ സാധനം തന്നെയാണ് കുട്ടി എപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. ചില പർട്ടിക്കുലർ ഒബ്ജക്ട്സിനോട് കുട്ടി ഒബ്സഷൻ കാണിക്കുന്നു. കുട്ടി എപ്പോഴും റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ടിപ് ടോയിങ് ചെയ്യുന്നു, ഹാൻഡ് ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഐ കോണ്ടാക്ട്. കുട്ടിയോട് നിങ്ങൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയുടെ പേര് വിളിക്കുമ്പോഴോ കുട്ടി എന്തെങ്കിലും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴോ നിങ്ങളുമായിട്ടുള്ള ഐ കോണ്ടാക്ട്സ് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കുക. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. മേൽ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സ്പീച്ച് ഡിലേ മാത്രമേ ഉള്ളൂ എങ്കിൽ, 2.5 വയസ്സായിട്ടും കുട്ടി സംസാരിക്കുന്നില്ല എങ്കിൽ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ച് സ്പീച്ച് പറഞ്ഞെടുക്കേണ്ടതാണ്. സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് പേരൻസ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം സ്ക്രീൻ ടൈം ഒഴിവാക്കുന്നതാണ് നല്ലത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.